നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. The Gospel according to Saint Luke chapter 1 verse 13. സക്രിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. Do not be afraid, Zechariah, for your prayer is heard. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും? സക്രിയ പുരോഹിതൻ കൂറിൻ്റെ ക്രമപ്രകാരം തനിക്ക് നറുക്ക് വീണപ്പോൾ ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. ധൂപം കാട്ടുന്നതായുള്ള നാഴികയിൽ ദൈവത്തിൻ്റെ ദൂതൻ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കാണുകയും ആ ദൂതൻ സക്രിയാവിനോട് പറയുകയും ചെയ്യുന്നു, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കഥ മാറും ജീവിതം എന്നുള്ള ഒരു ഫീച്ചറ് ഇന്ന് പേപ്പർ വായിച്ചതായുള്ള ആളുകൾക്ക് വായിക്കാൻ സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. സംഭവം വിജയവാഡയിലാണ് ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് കോഴിക്കോട്ടും കണ്ണൂരുമൊക്കെയാണ്. വെറും 4 വയസ്സുള്ളതായുള്ളൊരു കുഞ്ഞ്, അവനൊരു റോഡ് ആക്സിഡൻറ്റിൽ പെട്ടതുകൊണ്ട് കാല് മുറിച്ച് മാറ്റേണ്ടതായിട്ട് വന്നു. അവൻ്റെ കൈക്കും പരിക്കേറ്റു. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവനെ കൊണ്ടുപോയത് അവൻ്റെ അച്ഛനാണ്. അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമായി വേർവിട്ട് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അവനൊരു സഹോദരിയും കൂടിയുണ്ട്. സഹോദരി അമ്മയുടെ കൂടെ, ഇവൻ അച്ഛൻ്റെ കൂടെ. അച്ഛനവനെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി, നീ ഇവിടെ നിൽക്കണം, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നതേയില്ല. വാട്ട് വുഡ് ഹാപ്പൻ ടു സച്ച് എ പേഴ്സൺ? എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായുള്ള നിലയിൽ എങ്ങുമല്ലാത്ത സ്ഥാനത്ത് കൊണ്ടാക്കുന്ന അവസരം. എൻ്റെ വിശപ്പ് മാറ്റുന്നതിന് വെള്ളം കുടിച്ചാണ് വിശപ്പ് മാറ്റുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. എല്ലാവരെയും പോലും നടന്ന് നീക്കുവാനായിട്ട് അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് നിരങ്ങി നീങ്ങി അവൻ രാത്രിയിൽ വന്നതായുള്ളൊരു ട്രെയിനിൽ വലിഞ്ഞു കയറി മദ്രാസിലെത്തി. അവിടെ നിന്നും ട്രെയിൻ കയറി ഷൊർണൂർ വന്നു. ഇപ്പോൾ ഷൊർണൂരും ഗുരുവായൂരും ഒക്കെയായി ഭിക്ഷ അയച്ച് അവന് കിട്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് ജീവിക്കുന്നതിനായിട്ട് ശ്രമിച്ചു. എത്ര നാൾ കഴിയും? ഇവിടെ കമ്പങ്ങോട്ടാണ് ആ കുട്ടി വന്നതെങ്കിൽ രക്ഷപ്പെടുമോ? ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? കൊടുത്തിട്ട് എത്ര നാളായി? ഈ പറയുന്നതായുള്ള കുട്ടിയുടെ ചരിത്രമെല്ലാം അറിയാവുന്ന ആളുകളാണെങ്കിൽ അനുകമ്പ തോന്നി വല്ലതും കൊടുക്കും, അത് ശരിയാണ്. അല്ലെങ്കിൽ അവന് ആ ഏരിയയിൽ വന്നതായുള്ളൊരു സംഘത്തിൻ്റെ കയ്യിലകപ്പെട്ടു. കുറച്ച് നാൾ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സംഘത്തിൻ്റെ തലവൻ പറഞ്ഞു, നീ പോയി തെണ്ടി എന്തെങ്കിലും കിട്ടുന്നതും കൊണ്ട് വരണം. അവനെന്താ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവനതുകൊണ്ട് വീണ്ടും ട്രെയിൻ കയറി പോയി ഇറങ്ങിയത് കോഴിക്കോടാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ്റെ കാല് മുറിച്ചതാണ്. മുറിവ് ഉണങ്ങാനായിട്ടുണ്ട്, നീറ്റലുണ്ട്, വേദനയുണ്ട്, നടന്നു നീങ്ങാൻ പ്രയാസമാണ്.
ആരും ഭക്ഷണം കൊണ്ട് കൊടുക്കുകയില്ല. അപ്പോൾ അവിടെ വന്നതായിട്ടുള്ള ഒരു ഡോക്ടർ ലത്തീഫ്, അദ്ദേഹം ട്രെയിൻ കയറി എവിടെ പോകാൻ വന്നതാണ്. എന്നാൽ അവൻ്റെ ദയനീയമായിട്ടുള്ള സ്ഥിതി കണ്ടതായിട്ടുള്ള അവസരത്തിൽ യാത്ര റദ്ദ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. അവനെയും കൊണ്ട് കോഴിക്കോട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവനെ സൗഖ്യം പ്രാപിച്ചു. മുറിവുകളൊക്കെ ഉണങ്ങുന്നതിനൊക്കെ ഇടയായിട്ട് തോന്നുന്നു. എന്നാൽ ഇനി കാല് വെക്കണം, ആര് സഹായിക്കും? ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള അവസരത്തിൽ ഡോക്ടറെ തന്നോടുകൂടെ അസിസ്റ്റ് ചെയ്യുന്നതായുള്ള സിസ്റ്റർ ഖദീജയെ വിളിച്ച് പറഞ്ഞു, ഇവനെ നോക്കിക്കോണം. പിന്നെ ഡോക്ടറുടെ വഴിക്ക് പോയി. കുറേയേറെ നാൾ കഴിഞ്ഞാണ് അവനെ പിന്നെ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ 1 മാസത്തിൽ കൂടുതലൊന്നും ഗവൺമെൻറ് ആശുപത്രിയിൽ താമസിപ്പിക്കത്തില്ല. അവനെ ഡിസ്ചാർജ് ചെയ്യും, പിന്നെ അവനെ അഡ്മിറ്റ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും, പിന്നെ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 6-7 മാസം അവനവിടെ ശുശ്രൂഷയിൽ ആയിരുന്നു. അപ്പോൾ അവനവിടെ നിന്ന് പോകണമെന്ന് മനസ്സിലായതായിട്ടുള്ള അവസരത്തിൽ ഖദീജ ഡോക്ടറോട് പറഞ്ഞു, ഇവനെ എവിടെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. അവനോടും പറഞ്ഞു, നീ പഠിക്കണം, നീ പഠിച്ച് മിടുക്കനാകണം. മറ്റാരും സഹായിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന അതിരൂപതയിലെ ബിഷപ്പ് അച്ഛനെ വിളിച്ചാണ് പിന്നെ സഹായിക്കുന്നത്. അവനെ അഡ്മിറ്റ് ചെയ്യുന്നതിനായിട്ടും ഭക്ഷണം കൊടുക്കുന്നതിനായിട്ടും പഠിപ്പിക്കുന്നതിനായിട്ടുമൊക്കെ. ആ ഡയസിസിലെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനായിട്ട് തീരുമാനിച്ചു. അവൻ പഠിച്ചു മിടുക്കനായി വളർന്നു വന്നു. ഇതിനിടയിൽ ഈ ഡോക്ടർ ലത്തീഫ് അവനെ രാജസ്ഥാനിലോ മറ്റോ കൊണ്ടുപോയി അവൻ്റെ കാല് വയ്ക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവൻ്റെ കാല് വെച്ച് ഡോക്ടറുടെ പരിചരണം കൊണ്ട് അവൻ്റെ കയ്യെ ശരിയായി. അപ്പോൾ നടന്ന് നീങ്ങുന്നതിനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. നല്ല മാർക്കോടുകൂടിയാണ് അവൻ പാസ്സാകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. കണ്ണൂരുള്ള ഒരു കോളേജിൽ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അവനും പിന്മാറിയില്ല. അവൻ ചെന്ന വൈസ് ചാൻസലറെ കണ്ടു, തൻ്റെ കഥയെല്ലാം പറഞ്ഞു. ഈ കഥ കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള വൈസ് ചാൻസലർ ചോദിച്ചു, നിന്നൊക്കെ ഏത് കോളേജിലാണ് പഠിക്കേണ്ടത്? അവനെ പഠിപ്പിക്കുന്നതിനായിട്ട് അഡ്മിറ്റ് ചെയ്തു. അവൻ പഠിച്ചു, മിടുക്കനായി. അത് കഴിഞ്ഞ് BEdന് പോയി, പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റിന് പോയി. ഒരു ജോലിക്കായിട്ട് പരിശ്രമിക്കുകയാണ്. ആരും കൊടുക്കുകയില്ല. ആർക്കാ ഈ ഒറ്റക്കാലിന് ഒരു ജോലിയൊക്കെ നൽകി തങ്ങളുടെ കോളേജോ തങ്ങളുടെ സ്ഥാപനമോ ഒക്കെ മോശമാകാനായിട്ടുള്ള ആഗ്രഹം? വേണ്ട വേണ്ട വേണ്ട. അവൻ പോയി മിനിസ്റ്ററെ കണ്ടു. അവൻ പോയി പല ഉദ്യോഗസ്ഥരെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കാണുന്നതിനിടയായിട്ട് തോന്നി. അവസാനം അവൻ പോയി അതിരൂപതയിലെ പിതാവിനെ തന്നെ കണ്ടു. പിതാവ് പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടെയുള്ള വനിതാ കോളേജിലെ പ്രൊഫസറായിട്ട് എടുത്തുകൊള്ളാം. സാമ്പത്തിക ശാസ്ത്രം, വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിയാവുന്നതായിട്ടുള്ള ആളാണ് ചോദിക്കുന്നത്. കഴിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും, ഞാനും കഴിച്ചു. എന്നാൽ ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ വല്ലതും കഴിച്ചോ? ആർക്കും വേണ്ടാത്തതായുള്ളൊരു കുട്ടിക്ക് എല്ലാവർക്കും വേണ്ടുന്നൊരു കോളേജിൽ ഒരു പ്രൊഫസറായിട്ട് ജോലി ചെയ്യുവാൻ്റെ കൊണ്ടിടയായിത്തീരുന്നതായുള്ളൊരു സാഹചര്യം. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന് ഓർത്തോണം, മറക്കരുത്. 4 വയസ്സുള്ളതായുള്ളൊരു കുട്ടിയാണ്.
വേണ്ടാത്തതിനായിട്ട് തള്ളിയതാണ് അപ്പൻ പോലും. അവന് ഇപ്രകാരം സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൻ്റെ അധ്യാപകനായിട്ട് കണ്ണൂർ വനിതാ കോളേജിൽ പഠിപ്പിക്കുന്നതിനിടയായിട്ടെത്തുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം എന്തു ചെയ്യും? നമ്മെ ഭരിക്കുന്നതായുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭയം, രണ്ട് ആങ്സൈറ്റി. ഇവിടെ ദൂതൻ പ്രത്യക്ഷനാകുന്നതായുള്ള അവസരത്തിൽ, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനാകുന്നതായുള്ള അവസരത്തിൽ സക്രിയാവിനോട് പറയുന്നത് ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, വേദപുസ്തകം നാം വായിക്കുമ്പോൾ അനേക പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്കിതാണ് ഭയപ്പെടേണ്ട. രണ്ടാമത് ജീവിതത്തിൽ ഉണ്ടാകുവാൻ കഴിയുന്ന സംഗതി ആകുല ചിന്തയാണ്, ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. എന്തായിട്ട് തീരും, ഇനി എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയുള്ളതായുള്ള ചോദ്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മെ എല്ലാം പഠിപ്പിക്കുകയുണ്ടായി. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാം വേദപുസ്തകത്തിലുണ്ട്. ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ജീവിതത്തിന് രൂപാന്തരത്തിനായിട്ട് ദൈവവചനം ആയിത്തീരുമോ? ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ള വിഷയം. ട്രസ്റ്റ് ഗോഡ്. എല്ലാറ്റിലും അവൻ നിന്നെ പുലർത്തും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ ഇത് പ്രതിഫലിപ്പിക്കുന്നതിനായിട്ട് കഴിയുമോ? ദൈവമാണ് ഞങ്ങളെ പുലർത്തുന്നത് എന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രമാണമായിട്ട് തീരുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ടെങ്കിലും പിന്നെ ഒന്നുകൂടെ വേണം. അതൊരു പക്ഷേ അയൽവക്കത്തെ വീട്ടുകാരന് 2 കാറുള്ളത് കൊണ്ടായിരിക്കാം നമ്മളുടെ ആകുല ചിന്ത. എനിക്ക് 3 കാറ് വേണം. ഇല്ലെങ്കിൽ എനിക്കുള്ള സാരിയെക്കാട്ടും നല്ല ഡിസൈനുള്ളൊരു സാരിയാണ് ഇപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത്, എനിക്ക് വേണത്. വിലക്കപ്പെട്ടതായുള്ള കനി സ്വന്തമാക്കി തീർക്കുവാനായിട്ടുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നത്. വിലക്കപ്പെട്ടത് വേണ്ട എന്നുള്ളത്. The root cause of all suffering is desire എന്ന് ലോകത്തോട് പറഞ്ഞത് ശ്രീ ബുദ്ധനാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 8 വർഷം മുമ്പ് ജീവിച്ചതായിട്ടുള്ള വ്യക്തി ലോകത്തോട് പറഞ്ഞു, The root cause of suffering is desire. വേണം 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 എന്നുള്ളതായുള്ള ആഗ്രഹം. എന്നെ കേൾക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനമേ, നമ്മളിന്ന് 100 വർഷങ്ങളായി എന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നതായിട്ടുള്ള ആവശ്യമാണ്. 100 വർഷങ്ങൾ നമ്മെ പാലിച്ചതായിട്ടുള്ള ദൈവം. ഈ ദൈവത്തിൻ്റെ പരിപാലനയിലും ആ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ജീവിക്കുന്നതായിട്ടുള്ള നമുക്ക് എപ്പോഴാണ് മതി എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്? 2 ചെറിയ വാക്കുകൾ, മതി എന്നും വേണ്ട എന്നും. ഈ 2 വാക്കുകൾ എൻ്റെ വിചാരം നമ്മളുടെ ഈ BP പ്രഷറിൻ്റെ ഗുളികയുടെ കൂടെയും പ്രമേഹത്തിൻ്റെ ഗുളികയുടെ കൂടെയും എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. എനിക്ക് മതി എന്ന് പറയുന്നതായിട്ടുള്ള ഒരനുഭവം.
എനിക്ക് വേണ്ട എന്ന് പറയുന്നതല്ല അനുഭവം. ആർക്ക് പറയാൻ സാധിക്കും? എന്നോടിപ്പോൾ പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഒരാഴ്ച ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം ഇത് രണ്ടെണ്ണം പറയാത്തതായിട്ട് ദിവസങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ അടുത്ത സമയത്ത് ഇപ്രകാരം വായിക്കുകയുണ്ടായി. 6000 പേർക്ക് ഭക്ഷണം കൊടുത്തതായിട്ടുള്ളൊരു ദിവസം. ബിരിയാണിയാണ് കൊടുക്കുക എല്ലാവർക്കും, 6000 പേർക്ക്. നമുക്ക് ചിന്തിക്കാവുന്നതിലൊക്കെ അപ്പുറമായിരിക്കാം, എന്നാൽ അത് നടന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ബിരിയാണി ബാക്കി വന്നു. അപ്പോൾ അതിഥി തൊഴിലാളികൾ ധാരാളം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഒരു ബംഗാളിൽ നിന്ന് വന്നതായിട്ടുള്ള അതിഥി തൊഴിലാളി വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു വലിയ കുഴി വെട്ടണം. അവൻ വെട്ടി, അവന് കൂലി കിട്ടുന്നതല്ലേ, അവനോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള പണിയല്ലേ, വെട്ടി. അത് വെട്ടി തീരാറായ അവസരത്തിൽ മൂക്കിൽ മണം വന്നു. പെട്ടെന്ന് മനസ്സിലായി ബിരിയാണിയാണ്, ബിരിയാണി. കുറേ കഴിഞ്ഞപ്പോൾ വാർപ്പിൽ ഈ ബിരിയാണിയുമായിട്ടവിടെ വരുന്നതായുള്ള കാഴ്ചയാണ് കണ്ടത്. എന്തിനാണെന്ന് അറിയാമല്ലോ, വെട്ടി കുഴിച്ചു മൂടുവാൻ. എന്നിട്ട് കൊണ്ടുവന്നത് ഓരോന്നോരോന്നായിട്ട് ഈ കുഴിയിലേക്ക് ഇട്ടു. വലിയ കുഴിയൊക്കെയാണ് കുഴിച്ചത്, അതിനകത്തോട്ടിട്ടു. പക്ഷെ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഈ മണ്ണിൻ്റെ നിരപ്പിൽ നിന്ന് പൊങ്ങി നിൽക്കുകയാണ്. കുഴി കുഴിക്കാൻ പറഞ്ഞ അവൻ ചെയ്തു, ഇത് അങ്ങോട്ട് കുഴി തട്ടാനായിട്ട് പറഞ്ഞത് അവൻ ചെയ്തു. ഇപ്പോൾ അവനോട് പറഞ്ഞു, നീ അത് ചവിട്ടി താഴ്ത്തണം. അവൻ തൂമ്പായുടെ കാലിലിങ്ങനെ മുറുകെ പിടിച്ച് വളരെയധികം വിഷണ്ണനായിട്ട് നിൽക്കുന്നതായുള്ള കാഴ്ചയാണ് കാണാനായിട്ടിടയായി തോന്നുന്നത്. ഐ കനോട്ട്, എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു സ്നേഹിതൻ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്, നിൻ്റെ പേരെന്നാ, നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ അവസ്ഥയിൽ അവൻ്റെ കുട്ടികളെക്കുറിച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, നിൻ്റെ മകൾ എന്ത് ചെയ്യുകയാണ്, പഠിച്ചോ, ജോലിയായോ? അപ്പോൾ അയാൾ പറഞ്ഞു, അവൾ മരിച്ചുപോയി. അടുത്ത ചോദ്യം, അവൾ എന്തുകൊണ്ടാണ് മരിച്ചത്? ഒറ്റ ഉത്തരം, പട്ടിണി കൊണ്ടാണ്. പിന്നെ കാണിക്കുന്നതാളുടെ ചിത്രം, അവനെ ഇങ്ങനെ കൈകൂപ്പി അവൻ്റെ മകളുടെ പടത്തിന് മുമ്പിൽ നിൽക്കുന്നതായുള്ള കാഴ്ചയാണ്. എൻ്റെ മകൾ ഭക്ഷണം കിട്ടാതെ പട്ടിണിയിൽ മരിച്ചതായുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇതാ ചെമ്പ് കണക്കിന് ബിരിയാണി കൊണ്ടുവന്ന് കുഴിയിൽ ഇട്ട് മൂടി ചവിട്ടി താഴ്ത്തുന്നതിനായിട്ട് ആവശ്യപ്പെടുന്നു. എനിക്ക് സാധിക്കുകയില്ല. യേശു ക്രിസ്തു തൻ്റെ പരിസര ശുശ്രൂഷ വേളയിൽ ഈ പുരുഷാരത്തിനെ ഭക്ഷണം കൊടുപ്പീനെന്ന് പറഞ്ഞതായിട്ടുള്ള അവസ്ഥയിൽ ശിഷ്യന്മാർ ചോദിച്ചു, എത്ര പണം ഉണ്ടെങ്കിലും വെക്കും? കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അന്ത്രയോസ് കണ്ടുപിടിച്ചു, ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. എല്ലാവരും ഇരിക്കാനായിട്ട് പറഞ്ഞു. ഇരുത്തി വാഴ്ത്തി നുറുക്കി അവരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. ശേഷിച്ച കഷ്ണം എത്ര കൊട്ടയം ശേഖരിച്ച് വായിച്ചിട്ടില്ലേ? വേറെ പുസ്തകമുണ്ട്. എത്ര കൊട്ട? 12 കൊട്ട ശേഷിച്ച കഷ്ണം നിറച്ചു കൊടുത്തു. കമ്പങ്കോട്ട് എത്ര വീട്ടുകാരുണ്ട്? 203 ഭവനങ്ങളുള്ളതായുള്ള ഈ കമ്പങ്കോട് ഓൾ സെയിൻസ് പള്ളി ഒരു ദിവസം വൈകിട്ട് നിങ്ങളുടെ അത്താഴമൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്നതെല്ലാം കൂടെ ശേഖരിക്കാനായിട്ട് തുടങ്ങിയാൽ എത്ര കൊട്ട എടുക്കും? ചിന്തിച്ചിട്ടുണ്ടോ?
നമുക്ക് വേണ്ടാതെ മാറ്റിവെക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റുന്നതായിട്ടുള്ള ബാക്കി വരുന്നതായിട്ടുള്ള ഭക്ഷണം എല്ലാം കൂടെ ശേഖരിച്ചാൽ ഈ ഇടവയിൽ നിന്ന് തന്നെ എത്ര കൊട്ട ശേഖരിക്കാനായിട്ട് സാധിക്കും? Have you ever thought about the wonder that we can do in this country, in the region where God has placed us? ഈ സമൂഹത്തിന് നന്മയ്ക്കായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെ ആക്കിയിരിക്കുന്നത്. നമ്മളുടെ അയൽക്കാരൻ നമുക്ക് അനുഗ്രഹമോ ശാപമോ? നിങ്ങളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. നിങ്ങളുടെ അയൽവക്കത്തുള്ള ആളിനെക്കുറിച്ച് ഒരു 2 വിമർശനങ്ങളെങ്കിലും പരാതികളെങ്കിലും പറയും. എല്ലാവരെ കൊണ്ടും ചോദിച്ചാൽ മതി. എന്താണ് നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾ? എങ്ങനെയാണ്? നിങ്ങളോട് ഇഷ്ടമാണോ? പെരുമാറ്റം എങ്ങനെയുണ്ട്? യേശു ക്രിസ്തു പഠിപ്പിച്ചത് നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നാണ്. നിൻ്റെ അയൽക്കാരൻ നിൻ്റെ ശത്രുവോ നിൻ്റെ മിത്രമോ? ഈ കാലയളവ് ക്രിസ്മസിലേക്ക് നാം പ്രവേശിക്കുന്നതായുള്ള കാലയളവാണ്. അതിനാണ് സക്രിയ പുരോഹിതന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി നിനക്കൊരു മകനുണ്ടാകുമെന്നൊക്കെ പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചാണ് പ്രവചിക്കുന്നത്. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് പോകുന്നതായിട്ടുള്ള ആൾ. നമ്മളുടെ സഭാംഗമായിട്ടുള്ള പ്രൊഫസർ എം തോമസ് മാത്യു ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്, കളമശ്ശേരി ആ ഭാഗത്ത് താമസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചുള്ള വിചാരപ്പെടലാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ടിടയാകുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചുള്ള വിചാരപ്പെടലാണ് ക്രിസ്തുവിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുന്നതായുള്ള അവസരത്തിൽ നമുക്കങ്ങനെ ആരെക്കുറിച്ചെങ്കിലും വിചാരപ്പെടുവാനായിട്ട് സാധിക്കും, കരുതുവാനായിട്ട് സാധിക്കും, കരുണയുള്ളവരായിട്ട് തീരുവാൻ സാധിക്കും, ആർദ്രതയുള്ളവരായി മനസ്സറിവുള്ളവരായി തീരുവാനായിട്ട് സാധിക്കും. ആരാണ് നിൻ്റെ അയൽക്കാരൻ? അവനോട് കരുണ കാണിച്ചവൻ തന്നെ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യാം. വേറൊരു വഴി തന്നിട്ടില്ല. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, കരുണ കാട്ടുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഈ പണിക്കരച്ചനെ ഞാനിവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങളോട് ഇതൊക്കെ ചോദിക്കുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. പണിക്കരച്ചനാണെന്ന് നിങ്ങളെല്ലാം വേദപുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. അച്ഛൻ വാക്യത്തിൽ പറയും, നിങ്ങളെടുത്ത് വായിക്കേണ്ടതായിട്ട് വന്നിരുന്നു. വേദപുസ്തകം വായിക്കണം. ക്രിസ്തുവാസ്തവൻ പറഞ്ഞാൽ വായിക്കേണ്ട, പഠിച്ചാൽ മതി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവത്തോട് ദിനംതോറും പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും. ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എൻ്റെ വാക്കുകളിൽ നിന്ന് നിർത്തുകയാണ്. അപ്രതീക്ഷിതമായുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നതായുള്ള അവസരത്തിൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായിട്ടാണ് നാം തീരേണ്ടത്. നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ, ആകുലചിന്ത ഉണ്ടാകുമ്പോൾ, ഉത്കണ്ഠ ഉണ്ടാകുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവമാണ് ഞങ്ങളെ പുലർത്തുന്നത് എന്നുള്ളതായിട്ടുള്ള അടിസ്ഥാനപരമായ വിശ്വാസത്തിലാണ് നാം ജീവിക്കേണ്ടത്. അത് നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാം അനുഭവവേദ്യമാക്കി തീർക്കാൻ കഴിയണം.
ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെങ്കിലെ നോക്കി ദൈവിക വഴികൾ കൊണ്ട് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നതായ ഒരു ജനത്തെ ഒരുക്കുവാനായിട്ടാണ് യോഹന്നാൻ സ്നാപകനെ ഈ ലോകത്തിലേക്ക് നൽകി. ഈ പൈതൽ എന്തായിട്ട് തീരും? യേശുവിന് വേണ്ടി വഴിയൊരുക്കുക, തിരുജനത്തെ കൊണ്ടാടുവാനായിട്ട് ഒരുങ്ങുന്നതായുള്ള അവസരത്തിൽ നമ്മുടെ മനസ്സുകളെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് രൂപാന്തരപ്പെടുത്താം. കർത്താവേ, നിന്നിൽ ആശ്രയിപ്പാൻ, നിന്നിൽ വിശ്വസിപ്പാൻ, നിൻ്റെ വഴികൾ കൂടെ നടക്കുവാൻ, നീ മറ്റുള്ളവരെ സ്നേഹിച്ച പോലെ തന്നെ ഞങ്ങളും മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും താല്പര്യമുള്ളവരാക്കണമേ, മനസ്സൊരുക്കമുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആദരവാനും മനസ്സലിവുള്ളവനുമായിട്ടുള്ള ദൈവമേ, അവിടുത്തെ വലിയ കരുണയാകുന്നുവല്ലോ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായുള്ള യേശുവിനെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിട്ടെത്തുന്നത്. കർത്താവിൻ്റെ തിരുജനനത്തെ കൊണ്ടാടുവാനായിട്ട് ഒരുങ്ങുന്നതായുള്ള ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. സക്രിയാവ്, എലിസബത്ത് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി എന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവദൂതനിലൂടെ ദൈവിക വഴികളെ മനസ്സിലാക്കുവാൻ അവർക്കിടയായിത്തുന്നത് പോലെ ഞങ്ങൾക്കും അനുദിന ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ കൊണ്ടിടയാക്കണമേ. അങ്ങനെ ദൈവത്തിന് ആശ്രയമുള്ളവരായി ദൈവമക്കളായിട്ട് ജീവിപ്പാൻ എപ്പോഴും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അതിനായി ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശു എന്ന നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.